എല്ലാവർക്കും എൻ്റെ പുനർദിനി ഹസ്തരേഖയിലോട്ടും ജ്യോതിഷത്തിലോട്ടും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോണത് ജ്യോതിഷവും ഹസ്തരേഖയും കൂടി ഉള്ള ബന്ധം രണ്ടും കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ജ്യോതിഷവും ഹസ്തരേഖയും ലിങ്ക്ഡാണ്. നമ്മളൊരു ഹസ്തരേഖയും നോക്കുമ്പോൾ തന്നെ എനിക്ക് ചിലവർക്കൊരു ജാതകമില്ല, ചിലർ ജാതകം കൊണ്ടുവരത്തില്ല. പക്ഷെ ഞാൻ ഈ ജാതകവും ഹസ്തരേഖയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹസ്തരേഖ തന്നു കഴിഞ്ഞാൽ ഞാൻ ഹസ്തരേഖയെപ്പറ്റി നന്നായിട്ട് വിവരിക്കും. ഓരോ മണ്ഡലത്തിനെ പറ്റി, രേഖകളെ പറ്റി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അത് തന്നെയായിരിക്കും നമ്മുടെ ഗ്രഹനില. അതിന് ഒരു മാറ്റവും ഇല്ല. രണ്ടും തമ്മിൽ ലിങ്ക്ഡ് തന്നെയാണ്. രണ്ടും നമ്മളുടെ തലവിധി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ജാതകത്തിലായാലും നമ്മുടെ ഹസ്തരേഖ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സാധിക്കുന്ന നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സൂര്യനാണ് എല്ലാത്തിൻ്റെ ആധാരം. ആദിത്യ ഭഗവാന്റെ കാര്യത്തിലാണ് മുൻജന്മ കർമ്മഫലം നമ്മൾ നിശ്ചയിക്കുന്നത് സൂര്യനെയും വ്യാഴത്തിനെയൊക്കെ നോക്കി തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പാപകർമ്മം ചെയ്തിട്ടുണ്ടോ മുൻജന്മം, അതെല്ലാം നമ്മുടെ ഓരോ മണ്ഡലത്തിലും കാണും. നമുക്ക് നല്ലൊരു സൂര്യരേഖ കാണും, പക്ഷേ അതിന് എന്തൊക്കെ വെട്ടുണ്ടോ, ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിന്നത് വെട്ടിത്തള്ളിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുക ഇന്നയാളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ പറയും ശരിയാ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാണും. മുൻജന്മം നമ്മൾ അവരോട് കാണിച്ചതാ ഈ ജന്മം നമുക്ക് തരുന്നത്. അത് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സൂര്യഭഗവാന്റെ ഓരോ ചിലവർക്ക് ലഗ്നത്തെ കാണും, ലഗ്നത്തിനെ നശിപ്പിക്കും. അതും ചിലവരുടെ കയ്യിൽ ലഗ്നം നശിപ്പിച്ചു കഴിഞ്ഞാൽ ലഗ്നം ഇല്ല, പക്ഷേ സൂര്യരേഖ അന്നേരം ആ കയ്യിൽ കാണത്തേ ഇല്ല. നമ്മുടെ ലഗ്നം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതുപോലെ തന്നെ സൂര്യനില്ലെങ്കിൽ പ്രപഞ്ചത്തിലൊന്നുമില്ല. ചിലവരുടെ കയ്യിൽ സൂര്യരേഖ ബ്ലാങ്ക് ആയിരിക്കും. അവർക്ക് അതിനൊന്നും സമയവുമില്ല, അതിനുള്ള ജപിക്കാനോ മന്ത്രം ചെയ്യാനോ ഉള്ള മനസ്സ് ഭഗവാൻ കൊടുത്തിട്ടുമില്ല. പിന്നെ നമ്മുടെ ജാതകത്തിൽ ഏതെല്ലാം ഭാവത്തിലാണോ സൂര്യൻ എന്നെ നശിപ്പിക്കുന്നതെന്ന് നോക്കണം. അതെല്ലാം നമ്മുടെ മുൻജന്മ കർമ്മഫലം നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. 9ാം ഭാവം പുണ്യജന്മം, മുൻജന്മ ജന്മം, അവിടെ ഏതൊക്കെ ഗ്രഹം നിൽക്കുന്നു 9 ദിക്ക് നമുക്ക് നോക്കാം. സൂര്യൻ ആ ഭാവം നശിപ്പിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ വ്യാഴം നിന്നാൽ നമുക്ക് ശ്രേഷ്ഠത, സർപ്പവും ചന്ദ്രനിൽ നിന്ന ഗ്രഹണയോഗം, സ്ത്രീയെ നശിപ്പിച്ചു മുൻജന്മം, അതിനനുസരിച്ച് 9ാം ഭാവത്തിൽ ചന്ദ്രൻ സർപ്പവും കൂടെ നിന്ന സർപ്പം സ്ത്രീയെ നശിപ്പിച്ചു, അല്ലെങ്കിൽ സ്ത്രീ വിഷയം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ജന്മം നമ്മളത് എങ്ങനെയായിരിക്കും? വളരെ അനുഭവിക്കുന്നവരും സ്ത്രീകളെ കൊണ്ടും പുരുഷന്മാരെ കൊണ്ടും ശത്രുദോഷവും നമുക്ക് അസുഖങ്ങൾ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ യൂട്രസ്, അത് നമ്മളെ ഗർഭപാത്രം, ഇതൊക്കെ ഗർഭപാത്രം പ്രസവ സംബന്ധമായ കാര്യങ്ങൾ സ്ത്രീകൾക്കാണിത് വരണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. യൂട്രസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അതെല്ലാം മിക്കവാറും നമുക്ക് കിട്ടുന്നത് കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കുഞ്ഞുങ്ങളുണ്ടായോ എന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാനായിട്ട് ചന്ദ്രന് സർപ്പമുള്ളൊരു യോഗം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നമുക്ക് ആ ഫലം നമുക്ക് കിട്ടത്തില്ല. 9ാം ഭാവം 5ാം ഭാവം വളരെ 5 നമ്മുടെ മനസ്സ്, തപസ്, സന്തതി, ഇതൊക്കെ നമുക്ക് അവിടെയും നോക്കാനായിട്ട്. സൂര്യൻ ഏതൊക്കെ ഭാവത്തിൽ നിന്നാണോ നമ്മളെ നശിപ്പിക്കുന്നത് അതിനനുസരിച്ച് തന്നെ നമുക്ക് അവർ മുൻജന്മം എവിടെയായിരുന്നു, ഏത് സ്ഥലത്തായിരുന്നു, എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിനനുസരിച്ചൊക്കെ ഭഗവാനോട് മാപ്പ് പറയാനും ഭഗവാനെ കാലിൽ മാർക്കണ്ഡേയൻ മുറുകെ പിടിച്ചതുപോലെ പിടിക്കാനും നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ്. അതേപോലത്തെ സൂര്യ അഷ്ടമം നിൽക്കുക, 2ൽ നിൽക്കുക, അഷ്ടമത്തിൽ നിൽക്കുക, ഇതുമൊക്കെ വളരെ ദോഷം. മാംഗല്യ കാര്യങ്ങളിലൊക്കെ നമുക്ക് ദോഷം വരും. നമുക്ക് ഏതെല്ലാം കാര്യങ്ങളിലാണോ ദോഷം വരുന്നത് അതെല്ലാം നമ്മുടെ ഹസ്തരേഖയിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ 2 മണിക്കൂറായാലും നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞാൽ തീരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.